ഹായ്, ഹലോ. ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുവിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ് ബട്ടർ ഗാർലിക്. ആ ഒരു ഫ്ലേവർ നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ബട്ടർ ഗാർലിക് ചിക്കനും ബട്ടർ ഗാർലിക് മഷ്റൂം ഹോട്ടലിൽ പോകുമ്പോൾ ആ ഗാർലിക്കിന്റെ ഇത് ലേശം കൂടുതൽ അവരോട് എന്തോന്നറിയില്ല, ഒരു പ്രത്യേക ഒരു റിച്ച് ഫ്ലേവർ നമുക്ക് ഫീൽ. റിച്ച് ഫ്ലേവർ എന്ന് പറഞ്ഞതിന് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവിൽ മൈൽഡ് ആയിട്ടുള്ള ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് ഇത് ഇഷ്ടപ്പെടാം. കാരണം എന്താ, മസാലകൾ അധികം ആഡ് ചെയ്യാണ്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ മകൻ ഇറ്റലിയില് അവര് പറയും എപ്പോഴും നല്ല മീറ്റിലായാലും ഇതിലായാലും ഗാർലിക് കൂടുതലിടുന്നു പറയും. അത് അവനെ ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ലതാണ്, നല്ല നല്ല ടേസ്റ്റ് ആണ്. അത് കുറെ പേർക്ക് ഇഷ്ടമാണ് ആ ഒരു ഫ്ലേവർ. ബട്ടർ ഗാർലിക് എഗ് റെസിപ്പിയാണ്. മിക്കവാറും നിങ്ങൾ ആരും ട്രൈ ചെയ്യാത്ത ഒരു ഐറ്റം ആയിരിക്കും. ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ചേട്ടൻ അറിയാണ്ട് രഹസ്യമായിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കി, എന്നിട്ട് കഴിച്ചു നോക്കിയപ്പോ അതല്ല, ഞാൻ ആദ്യം ട്രൈ ചെയ്യുന്നത് സർപ്രൈസ് ആയിട്ടാണ്. ഞാനിത് ഇന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു റെസിപ്പി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ ഉണ്ടാക്കി നോക്കി. അല്ലാണ്ട് പിന്നെ ഞാനൊരു എഗ് വെച്ചിട്ട് ചെയ്ത് നോക്കി. അപ്പൊ ഇന്നിപ്പോ അത് എന്ന് വെച്ചാൽ സൂപ്പർ സക്സസ് എന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാം, കുട്ടികൾക്ക് പോലും ട്രൈ ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി. നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോ മുഴുവനെ കാണാം. വീഡിയോ വേണ്ടി ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങള് കമന്റ് ബോക്സിൽ വന്നിട്ട് ഇത് നിർബന്ധമായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയണം. സബ്സ്ക്രൈബ് ചെയ്യണില്ലല്ലോ ആരും. ഇത് എന്ത് കുറഞ്ഞു പോവാണ് സബ്സ്ക്രൈബേഴ്സ്. ഇഷ്ടമുള്ളവര് സബ്സ്ക്രൈബ് ആയിട്ട് അത്രേ പറയാൻ പറ്റും. മതി. നമ്മുടെ റെസിപ്പി ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന സിമ്പിൾ റെസിപ്പീസ് ആവാൻ. അപ്പൊ നമ്മുടെ ബട്ടർ ഗാർലിക് എഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്, കോഴിമുട്ട കേട്ടോ. അത് നമ്മൾ ഒന്ന് പൊട്ടിച്ചു വയ്ക്കണം. ഒരു ബൗൾ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചു വയ്ക്കാം. മുൻസാട്ടം പൊട്ടിച്ചു വയ്ക്കണം. അതായത് ആർക്കും ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. വളരെ സിമ്പിൾ, വെരി വെരി സിമ്പിൾ റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് നമുക്ക് മിക്സ് ചെയ്യുന്നത്? ഇതിലേക്ക് ആകെ മിക്സ് ചെയ്യുന്നത് ഞാൻ സോൾട്ട്, ഞാൻ 1 2 3 4 4 നുള്ള്, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ബീറ്റ് ചെയ്യാം. പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഓൺ ചെയ്യാം. 1 ടീസ്പൂൺ ബട്ടർ, ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടയൊന്ന് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ കുക്ക് ആവാണ്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ തട്ടി അല്ലാണ്ട് ഇങ്ങനെ കൊത്തി പൊരിക്കരുത്. പതുക്കെ ഇങ്ങനെ ഇത്തിരി വലിയ പീസുകളായിട്ട് ഇവിടെ ബട്ടർ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ആദ്യം അധികം ഒന്നും ചെയ്യാണ്ട് കുറച്ചു നേരം ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പറഞ്ഞ പോലെ നമ്മുടെ ഇത് മുട്ടയുടെ അടിയിൽ ഒന്ന് ചെറുതായി സെറ്റ് ആയിട്ടുണ്ട്. ഈ നേരത്തെ നമുക്ക് മറിച്ചിടാം. പതുക്കെ മറിച്ചിടല്ല, ഇങ്ങനെ നമ്മൾ പൊട്ടിച്ച് വലിയ പീസുകൾ കിട്ടുന്ന പോലെ ചെയ്തു. പതുക്കെ അതായത് ഇത് പറഞ്ഞാൽ കൊത്തി പൊരിക്കരുത്. എന്നാ വെച്ചാൽ ഇത് കട്ടായോണ്ട് കുഴപ്പമില്ല. ഒറ്റ പീസല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ച് പീസുകൾ വേണം. മറിച്ചിട്ടോ. ഇതിൽ മറിഞ്ഞിരിക്കാത്ത പീസുകൾ നോക്കിയെടുത്തിട്ട് മറിച്ചിടാൻ നോക്കാം. പീസ് ആക്കിക്കോളൂ. നല്ല 2 വശവും വേവുള്ളൂ. അതായി. ഇപ്പൊ ഒന്ന് പൊട്ടിച്ചോ, ഒന്നുകൂടി പൊട്ടിച്ചിട്ടോ.
ഒരുവിധമൊക്കെ പിസ്സ വേണം കേട്ടോ, എന്നാൽ ഭയങ്കര ചെറുതാവരുത്. അപ്പോൾ നമുക്ക് മുട്ട ആയത് കുക്കായത് നമുക്ക് ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റിയിടാം. വീണ്ടും ഈ പാൻ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അവിടെ തന്നെ വയ്ക്കാം, ഓണാക്കാം. വീണ്ടും ഒരു സ്പൂൺ ബട്ടർ എടുത്തോ. ബട്ടർ ഉണ്ടോ? പഠിച്ചെടുത്തോ. അല്ലേ, ഉണ്ട്. ഇത് വെളുത്തുള്ളിയാണ്, ഒന്ന് ചൂടാവട്ടെ. വെളുത്തുള്ളി ഒരു 10-12 വെളുത്തുള്ളിയാണ്. അത് ചെറുതായിട്ട് നന്നായി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇടാം. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം നമുക്ക്. എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. ഇത് മൊരിയാനൊന്നുമില്ല. ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് ചെറുതായിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇത് നമ്മൾ കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഒരു 1/2 ടീസ്പൂൺ അത് ആഡ് ചെയ്യാം. ഈ കോൺഫ്ലവർ ഇടുമ്പോൾ ഇതിന്റെ സ്ട്രക്ചർ എന്തെങ്കിലും മാറുന്നുണ്ടോ? അതൊരു തിക്നെസ് വരാൻ വേണ്ടി. അതൊരു സോസ് ആണ്. നമ്മള് പാസ്തയൊക്കെ ഉണ്ടാക്കില്ലേ, വൈറ്റ് സോസ് പോലെ, അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ്, കറക്റ്റ് ഒരു 1/2 കപ്പ് മിൽക്ക്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, തീ ആദ്യം ഫ്ലെയിം ലോയിലായിരിക്കണം. സ്പീഡിലാക്കിക്കോ. അടിപിടിക്കാതെ ശ്രദ്ധിക്കണം അല്ലേ? അതെ, അടിപിടിക്കാണ്ട് ശ്രദ്ധിക്കണം. കോൺഫ്ലവർ ആണ്, അത് ഒന്ന് തിക്കായിട്ട് വരും, അതൊന്ന് കുക്കായിട്ട് വരും. ഈസി പ്രിപ്പറേഷൻ തോന്നുന്നല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാം. അത് നല്ല അത്രയും ഒരു വെറൈറ്റി. പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് ചില്ലി ഫ്ലേക്സ്, അതും 1/2 ടീസ്പൂൺ അത് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ കൊറിയാണ്ടർ ലീഫ്, മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഫ്രഷ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതിൽ ഇടാണ്ട്. വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഗിയുടെ ഉള്ളിലത്തെ മസാല ഇല്ലേ, അതല്ല വെച്ചാൽ മാഗിയുടെ ക്യൂബ്സ്. ഇനി അതൊന്നും അല്ലെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടി. ഇതിപ്പോൾ ഞാൻ മാഗിയുടെ ഇരിക്കുന്നത് കൊണ്ട് അത് ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം കുറച്ചിട്ടോ. ഇത്ര മതി. അതിലേക്ക് നമ്മൾ സോൾട്ട് നമ്മൾ ഇട്ടിട്ടില്ല, ലൈറ്റായിട്ട് സോൾട്ട് ഇടണം. അല്ല, ഇതിലേക്ക് സോൾട്ട് ഇല്ലല്ലോ. കുറച്ച് കുരുമുളക് പൊടി. ഒക്കെ ഇത്തിരി മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ എഗ്ഗ് ആഡ് ചെയ്യാം. കുത്തി പൊട്ടിക്കണ്ട, വേഗം മിക്സ് ചെയ്തെടുക്കണം. ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്, ബട്ടർ ഗാർലിക് എഗ് റെസിപ്പി. വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ധൃതി കൂട്ടിയിട്ട് ഹറിബറിയില് കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഐറ്റൊക്കെ എടുത്ത് അതിടാം ചെയ്യാം. റെഡിക്ക് വെച്ച് കഴിഞ്ഞാൽ പരിപാടി ആകെ 5 മിനിറ്റ് എടുക്കുള്ളൂ. നമ്മുടെ ഐറ്റം റെഡിയാണ്. എന്നും പൊരിച്ചു തിന്നുമ്പോൾ മുട്ട പൊരിച്ചു തിന്നുമ്പോൾ വലിയ ടേസ്റ്റ്. അതെ, എപ്പോഴും മുട്ട പൊരിച്ചു തിന്നുന്ന ഒരു വെറൈറ്റി, ഒരു ഫ്ലേവർഡ് എഗ് ടേസ്റ്റ് നോക്കിക്കോ. പ്രിൻസേട്ടൻ ടേസ്റ്റ് നോക്കണ്ട, ഈ വക പരിപാടിക്ക് പറയണത് കാണുമ്പോ നമ്മള് വലിയ കുക്കുകൾക്ക് ഒരു മണം തന്നെ അടിച്ചാൽ അതിന്റെ കാര്യങ്ങൾ അറിയാം, എല്ലാം അറിയാം. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കണ എന്റെ അവസ്ഥ ഒന്നും ആലോചിക്കുക. എന്താ പറയാ,
എന്താ പറയാ പറയ്. സാധാരണ ഒരു കോഴിമുട്ടയാണെന്ന് തോന്നില്ല, വേറൊരു ടേസ്റ്റ്, എൻ്റെ ഒരു ഡിഫറെന്റ് ടേസ്റ്റ്. ഒരു വെറൈറ്റി ടേസ്റ്റ്. മസ്റ്റ് ട്രൈ. തമാശ പറഞ്ഞില്ലേ, നമ്മുടെ വെല്ലിസ്ബി കിച്ചണിലെ എല്ലാ സാധനവും മസ്റ്റ് ട്രൈ എന്ന് പറയും ഞാൻ, എങ്കിലും ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് റെസിപ്പിയാണ്. ചെറിയ റെസിപ്പിയാണ്, ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്, ആരെയും എടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും. ഇനിയിപ്പോൾ നമുക്ക് എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കണമെങ്കിൽ ഈ സാധനം എടുത്തിട്ട് പൂശാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ബൈ.